എന്തുകൊണ്ടാ ത്രിമൂർത്തിയിൽ അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിൽ ഒരാളായ മഹാവിഷ്ണു പല പല അവതാരങ്ങൾ എടുത്തത്? അതുമാത്രമല്ല, ഈ അവതാരങ്ങൾ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. എനിക്ക് 6th സ്റ്റാൻഡേർഡിൽ ഒരു സംസ്കൃതത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഹോളിഡേ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു സംസ്കൃത് ശ്ലോക പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പോണായിരുന്നു. അപ്പം ആ സമയത്ത് ശ്ലോകം എന്താണെന്നും എന്തിനാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ആ സമയത്ത് വീട്ടിലൊരു ചെറിയ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ അത് ഫുൾ വായിച്ച് എനിക്ക് പറയാൻ പറ്റുന്നൊരു ശ്ലോകം കണ്ടുപിടിച്ചു. അപ്പം അത് കുറേ പ്രാവശ്യം പറഞ്ഞു അച്ഛൻ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ ഉള്ളൊരു സ്റ്റേജ് എത്തി. അപ്പം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ശ്ലോകമായിരുന്നു: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാവൻ സൃജാമ്യഹം. ഇതിൻ്റെ ഓരോ വേർഡിൻ്റെ അർത്ഥം എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞു തന്ന കാര്യം ഓർമ്മയുണ്ട്, അർത്ഥം ഓർമ്മയുണ്ട്. അപ്പം എപ്പോഴൊക്കെ നമ്മുടെ ഭൂമിയിൽ നാശം ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ കൂടുന്നു, അപ്പോഴൊക്കെ ഭഗവാൻ സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാം ശരിയാക്കും എന്നായിരുന്നു അത് അച്ഛൻ പറഞ്ഞു തന്നെ. അപ്പം ദശാവതാരത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൻ്റെ പിന്നിലൊരു കഥയും കൂടിയുണ്ട്. ഒരിക്കൽ അസുരന്മാരും ദേവന്മാരും ഒക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ദേവന്മാർ തോക്കുമെന്ന് ഒരു ഉറപ്പുള്ളൊരു സമയം വന്നപ്പം അവർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അഭയം തേടി. അപ്പം മഹാവിഷ്ണു അവരെ സഹായിക്കാമെന്നും പറഞ്ഞു. ഈ അസുരന്മാരുടെ ഗുരുവായിരുന്നു ശുക്രാചാര്യൻ. അപ്പം ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അസുരന്മാരെയൊക്കെ ശുക്രാചാര്യൻ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുമായിരുന്നു. അപ്പം ആ യുദ്ധം ഒരിക്കലും തീരുന്നില്ല. ദേവന്മാര് അവർ തോറ്റുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മഹാവിഷ്ണു വിചാരിച്ചു ഇവരെന്തായാലും ദേവന്മാരെയാണ് ജയിപ്പിക്കേണ്ടത്. അപ്പം ഒരിക്കൽ ഈ അസുരന്മാര് ഒരു ഭൃഗു എന്ന് പറഞ്ഞ ഋഷിയുടെ യാഗം നടക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു അഭയം പ്രാപിച്ചു, അവിടെ നിന്നു. അപ്പം ആ ഋഷിയുടെ ഗസ്റ്റ് ആയിരുന്നു ഈ അസുരന്മാര്. അപ്പം ഋഷി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നും ഒക്കെ പറഞ്ഞു. അപ്പം പക്ഷെ മഹാവിഷ്ണു ഇതറിഞ്ഞ സമയത്ത് ഉടനെ അവിടെ എത്തി ഈ അസുരന്മാരെ കൊല്ലാൻ തുടങ്ങി. ഇത് കണ്ടപ്പം ഭൃഗുവിൻ്റെ ഭാര്യ അവര് ഈ എന്താ പറയുക, യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആൾക്കാരെയൊക്കെ പോയി സഹായിക്കാൻ തുടങ്ങി. അപ്പം ഉടനെ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം എടുത്ത് ഈ ഭൃഗുവിൻ്റെ ഭാര്യയെ കൊന്നു. ഭൃഗുവിൻ്റെ സാധുവായ ഭാര്യ മരിച്ചു എന്നറിഞ്ഞപ്പം ഋഷിക്ക് ഭയങ്കര വിഷമായി. ആ ഒരു വിഷമത്തില് ഈ ഋഷി മഹാവിഷ്ണുവിനെ ശപിച്ചു. അപ്പം ആ ഒരു ശാപം കാരണമാണ് മഹാവിഷ്ണുവിന് പല പല അവതാരങ്ങളായിട്ട്, പൂർണ്ണാവതാരവും അംശാവതാരവും ഒക്കെ ആയിട്ട് ജനിക്കേണ്ടി വന്നത്. പക്ഷെ മഹാവിഷ്ണുവും ഒന്നും പറഞ്ഞില്ല, അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം മത്സ്യ, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, കൽക്കി, പിന്നെ പരശുരാമൻ. ഓർഡർ തെറ്റി. പക്ഷെ ഇങ്ങനെയായിരുന്നു 10 അവതാരങ്ങൾ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ബലരാമന് പകരം ബുദ്ധ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ഈ അവതാരങ്ങള്
ശരിക്കും ഒരു വിശ്വാസം മാത്രമല്ല. അപ്പം ഇതൊരു വേ ഓഫ് ലൈഫാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പം, ഒരു പ്രശ്നം വരുമ്പം നമ്മൾ മാറേണ്ടി വരും അല്ലേ? ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഗ്രോ ചെയ്യേണ്ടി വരും, മെൻ്റലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ശരിക്ക് ഈ ദശാവതാരങ്ങൾ. അപ്പം ഓരോ ചാലഞ്ച് വരുമ്പം, ഓരോ സിറ്റുവേഷൻ വരുമ്പം മഹാവിഷ്ണു സ്വയം വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഭൂമിയിൽ നാശം സംഭവിക്കുമ്പം ഇല്ലെങ്കിൽ തെറ്റ് കൂടുമ്പം ആണ് മഹാവിഷ്ണു സ്വയം ഓരോ അവതാരം എടുത്ത് നമ്മളെ സംരക്ഷിക്കുന്നത്, ധർമ്മം രക്ഷിക്കുന്നത്. അപ്പം ഇത് നമുക്കൊരു വഴികാട്ടിയും കൂടിയാണ് അല്ലേ? അപ്പം നമുക്ക് ഇനിയും ഈ ഓരോ അവതാരത്തെ പറ്റി ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.